ചെങ്ങന്നൂർ ആറന്മുളയ്ക്കടുത്ത് വല്ലന എന്ന ഗ്രാമത്തിൽ ശ്രീമംഗലം വീട്ടിലെ സുരേഷും ഭാര്യ ശോഭയും പ്രതിസന്ധികളെ അതിജീവിച്ച് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. പരമ്പരാഗതമായി കൃഷിയെ സ്നേഹിച്ചവരാണ് സുരേഷും കുടുംബവും. മറ്റേതൊരു നാട്ടിൻപുറ കർഷക കുടുംബത്തെയും പോലെ ഒരു വളർത്തുപശുവിൽ നിന്നും തുടങ്ങിയതാണ് സുരേഷിൻ്റെ കന്നുകാലി ഫാം. ഇന്ന് ഏതാണ്ട് 22ഓളം പശുക്കളും കിടാങ്ങളും അടങ്ങുന്നതാണ് സുരേഷിൻ്റെ തൊഴുത്ത്. ദിവസവും രാവിലെയും വൈകിട്ടുമായി 65 ലിറ്ററോളം പാൽ കറന്നെടുക്കുന്നു. ഇത് അരിച്ചെടുത്ത് ശുദ്ധമാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. സൊസൈറ്റിക്കാണ് പാൽ ഏറിയ പങ്ക് നൽകുന്നത്. ബാക്കിയുള്ളവ സുരേഷ് തന്നെ 1/2 ലിറ്റർ പാക്കറ്റുകളാക്കി കടകളിലും വീട്ടിൽ പാൽ സ്ഥിരമായി വാങ്ങാൻ വരുന്നവർക്ക് നൽകുന്നു. ശുദ്ധമായ പശുവിൻ പാൽ പതിവായി വീട്ടിൽ വന്ന് വാങ്ങുന്ന ആൾക്കാരും ധാരാളമുണ്ട്. നല്ല പോലെ കാറ്റും വെളിച്ചവും ലഭിക്കത്തക്ക രീതിയിലാണ് തൊഴുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ചുറ്റുപാടുമുള്ള വൻ വൃക്ഷങ്ങൾ എപ്പോഴും ഫാമിൽ തണലേകുന്നു. ഹരിതാഭ നിറഞ്ഞ അന്തരീക്ഷം കന്നുകാലികൾക്കും പരിപാലിക്കുന്നവർക്കും മാനസികമായ സന്തോഷം നൽകുന്നു. സൂര്യപ്രകാശം തടസ്സമില്ലാതെ ലഭിക്കത്തക്ക രീതിയിലാണ് മേൽക്കൂരയുടെ നിർമ്മാണം. പശുക്കൾക്ക് ചൂടേൽക്കാതിരിക്കാൻ ഫാനുകളും സുഗമമായി നിൽക്കാനും കിടക്കാനും റബ്ബർ മാറ്റും നിലത്ത് വിരിച്ചിട്ടുണ്ട്. കുളമ്പ് രോഗം പ്രതിരോധിക്കാൻ ഇത് വളരെയേറെ സഹായകരമാണ്. ഹോഴ്സ് പമ്പ് ഉപയോഗിച്ച് തൊഴുത്ത് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ പശുക്കളെയും കുളിപ്പിക്കുന്നു. തുടർന്നാണ് തീറ്റ നൽകുന്നത്. കേരള ഫീഡ്സിൻ്റെ പുഷ്ടിയും മിനറൽ മിക്സും ചോളത്തണ്ടും ധാന്യപ്പൊടിയും ചേർന്ന മിശ്രിതമാണ് തീറ്റ. പ്രസവിച്ച പശുക്കൾക്ക് പ്രത്യേക ഘടകങ്ങൾ ചേർന്ന മിശ്രിതമാണ് നൽകുക. 11 മണിയോടെ പശുക്കളെ ഓരോന്നും കെട്ടുമാറ്റി കെട്ടുന്നു. ഞാൻ ശരിക്കും ഈ പശു വളർത്തലിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ പ്രളയം നശിപ്പിച്ച് എന്നെ ഏൽപ്പിച്ച ആ നഷ്ടത്തിൽ നിന്നും പിന്നെ ഒരു പുനർജീവനം മാതിരി വന്നതാണ് ഈ പശു വളർത്തലിലേക്ക്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ വീടുകൾക്കും സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട്. വീടുകൾക്ക് കൊടുത്തതിൻ്റെ പിന്നെ ആരെങ്കിലും വന്ന് പ്രൈവറ്റ് പാർട്ടികൾ ആരെങ്കിലും 2 ലിറ്റർ 4 ലിറ്റർ 5 ലിറ്റർ വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. വീടുകൾക്ക് നമുക്ക് കൊടുക്കുന്ന 80 ലിറ്റർ 85 ലിറ്ററോളം എല്ലാ ദിവസവും രാവിലെ വീടുകൾക്ക് പോകുന്നുണ്ട്. അതിനുശേഷം മറ്റാവശ്യക്കാരായിട്ട് 2 ലിറ്റർ 4 ലിറ്റർ അങ്ങനെ വരുന്നുണ്ട്. എല്ലാം കൂടെ രാവിലെ നമുക്കൊരു 140-150 ലിറ്റർ പാല് രാവിലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ ബാക്കി സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത്. 20 ലിറ്റർ 30 ലിറ്റർ അങ്ങനെ ആ ഒരു റേഞ്ചിൽ സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ. ഉച്ച കഴിഞ്ഞായാലും അതുപോലെ തന്നെ. ഉച്ച കഴിഞ്ഞിട്ടും കുറച്ച് വീടുകളേ ഉള്ളൂ. 2-3 സ്ഥാപനങ്ങൾക്കാണ് അത് കൊടുക്കുന്നത്. ഒന്ന് കരുണാലയം, ഒന്ന് ഡി അഡിക്ഷൻ സെൻറ്റർ, പിന്നെ ആറന്മുള ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെയുണ്ട് ഒരു 25 ലിറ്റർ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി സൊസൈറ്റിയിൽ ഒരു 30 ലിറ്റർ പാല് എല്ലാ ദിവസവും 30-35 അങ്ങനെ ഒരു ഫിക്സ് കണക്ക് വരത്തില്ല. എന്നാലും 30-35-40 ആ ഇടയ്ക്ക് നമുക്ക് സൊസൈറ്റിയിലും പാലളക്കുന്നുണ്ട്. പശുവിൻ്റെ ചാണകവും മൂത്രവും എങ്ങനെ ഉപയോഗയോഗ്യമാക്കുക എന്നത് ഫാമുകളുടെ ഒരു പ്രധാന പ്രശ്നമാണ്. വളരെ വിദഗ്ധമായി സുരേഷ് ഇത് ഇവിടെ പരിഹരിച്ചു വരുന്നു.
തൊഴുത്തിനോട് ചേർന്ന് ശേഖരിക്കുന്ന ചാണകം കോഴികൾ വന്ന് ചിക്കിച്ചു കഴിയുന്നു. ഇങ്ങനെയുള്ള ചാണകം 2 ദിവസം കൊണ്ട് വെള്ളം വാർന്ന് ഉണങ്ങുന്നു. ചാണകം പിന്നീട് കോഴികളെ വളർത്തുന്ന വലിയ ഷെഡിലേക്ക് മാറ്റുന്നു. അവിടെ കോഴിക്കാഷ്ടവും ചാരവും കൂടി വിതറി നന്നായി മിക്സ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കുന്നു. ആവശ്യക്കാർക്ക് 50 കിലോ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നതിലൂടെ ഒരു അധിക വരുമാനവും സുരേഷിന് ലഭിക്കുന്നു. പശു വളർത്തൽ ലാഭകരമെന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല. അതിൻ്റെ കാരണം പുറത്തു നിന്നുള്ള തൊഴിലാളികൾക്കുള്ള ശമ്പളവും ഇതിൻ്റെ തീറ്റ ചെലവും, അതായത് കാലിത്തീറ്റയ്ക്കുള്ള അടിക്കടിയുള്ള വിലക്കയറ്റവും ഇതെല്ലാം കൂടെ വരുമ്പം തീറ്റ ചെലവ് കൂടിയത് കാരണം അത് ജോലിക്കാരെ നിർത്തി ചെയ്യുന്ന ഒരു കർഷകനത് ലാഭകരമാകില്ല. 1-2 പശുവിനെ വളർത്തി സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭമാണ്, അല്ലെന്ന് പറയാനും പറ്റില്ല. എങ്കിലും വലിയ ലാഭങ്ങൾ പറയാനില്ല. അപ്പോൾ എനിക്ക് നഷ്ടത്തിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ഇതുപോലെ ഒരു ഷെഡ് ഉണ്ടാക്കുക. അത് 15 മീറ്റർ നീളം, 18 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമാണ് ഈ ഷെഡിൻ്റെ സൈസ്. അപ്പോൾ ഇങ്ങനെയൊരു ഇതുണ്ടാക്കിയിട്ട് അതിൽ കുറേ കോഴികളെ വളർത്തുക. കോഴി ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് അഴിച്ചു വിട്ടിരിക്കുകയാണ്, പുറത്താണ്. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് എരുത്തിലിനോട് ചേർന്ന് പശുവിനെ കെട്ടുന്നതിനോടത്തോട് ചേർന്ന് തന്നെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിലേക്ക് ചാണകം വാരി ഇടുക. അതിനകത്ത് അവിടെ ഒരു 2 ദിവസം 3 ദിവസം അവിടെ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണ്. അതായത് തിരിച്ചും മറിച്ചും ഇളക്കിയിട്ടിട്ട് 2-3 ദിവസം കൊണ്ട് അത് ഡ്രൈ ആക്കി ഒരു 40% ഡ്രൈ ആക്കി നമുക്ക് അവിടുന്ന് എടുക്കുക. ഈ 40% ഡ്രൈ ആക്കുന്നതിൻ്റെ ഒരു ഭാഗം, ഒരു പങ്ക് അത് കോഴിക്കുള്ളതാണ്. ഈ കോഴി വളർത്തുന്ന കോഴിയെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ അവരെ ചാണകത്തിനകത്തേക്ക് പോയി ചാണകം ചതങ്ങി അത് പൗഡർ ഇതിലാക്കുക, പൊടി പോലെ ആക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവർ ഇതിനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇവിടെ ചാരം ഇതിനകത്ത് മിക്സ് ചെയ്യും. ചാരം മിക്സ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാർ കാറ്ററിംഗുകാരുണ്ട്. അവരോട് ഞാൻ ചാരം വാങ്ങി ഇതിനകത്ത് ചാരം കൂടെ മിക്സ് ചെയ്യും. അപ്പം ചാരവും ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും കൂടെ ചേരുന്നതാണ്. കോഴിയെ ഞാൻ ഇതിനകത്ത് വളർത്തുന്നതുകൊണ്ട് അതെൻ്റെ കാഷ്ടമാണ്. ആ കാഷ്ടം കൂടെ ചേർന്നതാണ് എൻ്റെ ചാണകപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഓർഡർ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ കാർഷിക ഗ്രൂപ്പുണ്ട്. കാർഷിക ഗ്രൂപ്പിനകത്ത് ഞാൻ ചാണകപ്പൊടി ഇടുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. തൊഴുത്ത് കഴുകുന്ന വെള്ളവും മൂത്രവും എല്ലാം ഒരു ടാങ്കിൽ ശേഖരിച്ച് അത് പിന്നീട് പച്ചക്കറി, പുൽകൃഷി എന്നിവയ്ക്ക് വളമായി ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ പശുക്കളുടെ മുഖ്യ ആഹാരം വൈക്കോലായിരുന്നു. ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറഞ്ഞതോടെ വൈക്കോലിനായി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നു. വൈക്കോലിൻ്റെ കുറവ് പരിഹരിക്കുവാൻ പറമ്പിനോട് ചേർന്ന് തന്നെ പുൽകൃഷിയും ചെയ്തു വരുന്നു. അറുപതോളം നാടൻ കോഴികളെയും ഇവിടെ പരിപാലിക്കുന്നു. കോഴികളുടെ മേൽനോട്ടം ഭാര്യ ശോഭയ്ക്കാണ്. എനിക്ക് 60 കോഴിയോളം ഉണ്ട് ഇപ്പം. കുണ്ടറ ഒരു ഫാമിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇപ്പം വാങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞ്. രാവിലെ 6 മണിയാകുമ്പോൾ ഇവരെ അഴിച്ചുവിടും. അഴിച്ചുവിട്ടാൽ നേരെ ഫാമിലേക്ക് വന്നിട്ട് അവിടുത്തെ കച്ചിയുടെ നെല്ല് ഇത് അങ്ങനെ എല്ലാം വേസ്റ്റ് എല്ലാം കുത്തിപ്പറക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ചാണകത്തിനകത്ത് പോയി ചാണകത്തിനകത്തുള്ള പുഴുക്കളെ അങ്ങനെയെല്ലാം കഴിക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കും. ഇപ്പം ഇതിനി 1 മാസം കൂടെ കഴിഞ്ഞാൽ മുട്ടയിടാൻ ഉള്ള പാകമായി വരുന്നു. വലിയ ചിലവില്ലാത്ത രീതിയിലാണ് ഈ ചാണകം ഉണങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ കോഴിയെ ഇവിടെ നമ്മൾ വളർത്തി അതിനകത്ത് അത് എല്ലാം ചതഞ്ഞ് പിറക്കി അതും കഴിക്കുന്നുണ്ട്. കോഴികൾ 2 മാസത്തിനകം മുട്ടയിട്ട് തുടങ്ങുന്നതോടൊപ്പം പുതിയ ഒരു സംഘത്തെ കൂടി വളർത്തുവാനുള്ള ഒരുക്കത്തിലാണ് സുരേഷും കുടുംബവും.
ഇരുമ്പ് വലയിട്ട 16 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഷെഡാണ് നിലവിലെ കോഴിക്കൂട്. കൃഷിക്കാരൻ എന്ന നിലയിൽ സുരേഷ് കൈവയ്ക്കാത്ത മേഖലകളില്ല. വീടിനോട് ചേർന്നുള്ള പാടഭാഗം ഇപ്പോൾ മത്സ്യക്കുളമാക്കി മാറ്റിയിരിക്കുകയാണ്. 18 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള 3 കുളങ്ങളിലാണ് മത്സ്യകൃഷി നടത്തുന്നത്. ഗ്രാസ് കാർപ്പ്, കട്ല, രോഹു എന്നിവയാണ് പ്രധാന മത്സ്യങ്ങൾ. എരണ്ടകൾ പോലുള്ള പക്ഷികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനായി കുളത്തിൽ വലയിട്ട് മൂടിയിരിക്കുന്നത് കാണാം. ഞാൻ 2014 ഇവിടെ മത്സ്യകൃഷി ആരംഭിച്ചത്. ഇത് കുഴി, അതായത് ഇത് നിലമായിരുന്നു. ആ നിലം കുളം കുത്തിക്കൊണ്ട് ബാക്കി ഭാഗം കരയാക്കി ആ കരയ്ക്ക് കൃഷി ചെയ്യുകയും ഇതിനകത്ത് മത്സ്യകൃഷി നടത്തുകയുമായിരുന്നു. 2014, 15, 16 കാലയളവിൽ ഞാൻ റെഡ് ബല്ലി, തിലാപ്പിയ, ഗ്രാസ് കാർപ്പ്, രോഹു, കാട്ട്ല അങ്ങനെയുള്ള ഐറ്റമായിരുന്നു ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. 2018 പ്രളയം എന്നെ വലിയ ഭീമമായ ഒരു നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി. എല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ പ്രായമായ മത്സ്യങ്ങളായിരുന്നു. ഈ 5 കുളമായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് 5 കുളങ്ങളിലെ മത്സ്യം പിടിക്കാൻ പാകമായതായിരുന്നു. അത് മുഴുവനായിട്ടും 2018 പ്രളയം എനിക്ക് നഷ്ടം വരുത്തി, മുഴുവനായിട്ടും ഇറങ്ങിപ്പോയി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ രണ്ടാമത് പിന്നെ കുളങ്ങളെല്ലാം വൃത്തിയാക്കി വീണ്ടും മത്സ്യകൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ, അതായത് ഫിഷറീസിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പം 2 ആഴ്ച ആയതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് അതിനകത്ത് നിക്ഷേപിച്ചത്. ഇനി അതൊരു വർഷമായി കഴിയുമ്പോൾ, 1 വർഷം എടുക്കും, 1 വർഷമാകുമ്പോൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പം ഫിഷറീസിൽ അതിനെ അറിയിച്ചുകൊണ്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കും. നമുക്ക് ഇവിടെ തന്നെ വിപണിക്കൊന്നും പ്രശ്നങ്ങളില്ല. അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രൂപ്പുകളിലൊക്കെ അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് വിപണി ഉണ്ടാകും. ആൾക്കാർ വന്നു വാങ്ങിക്കൊണ്ടു പോകും. 2018 പ്രളയത്തിൽ പൂർണ്ണമായി നശിച്ചു പോയതാണ് സുരേഷിൻ്റെ താറാവ് കൃഷിയും മത്സ്യകൃഷിയും പിന്നെയുള്ള പ്രവാസവും. എല്ലാം ഉപേക്ഷിച്ച് കൃഷിയിലേക്കുള്ള മടക്കവും അതിജീവനവും ഒരു വിജയഗാഥയാണ്. പുതുതായി കാർഷിക രംഗത്തേക്ക് വരുന്നവർക്ക് സുരേഷ് ഒരു മാതൃക തന്നെയാണ്. പഴയ നാട്ടിൻപുറ കർഷകന്റെ കുടുംബ പാരമ്പര്യ തുടർച്ച ഇപ്പോഴും സുരേഷ് എന്ന കർഷകൻ ജീവിതത്തിൽ ചേർത്തു പിടിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് പുരയിടത്തിലെ 6ഓളം തെങ്ങുകൾ കള്ളുചെത്താനായി കൊടുത്തിരിക്കുന്നത്. രണ്ടായിരത്തി 2015 ഞാൻ പ്രവാസം മതിയാക്കി. ഞാൻ ഷാർജയിലായിരുന്നു 16 വർഷം. അത് മതിയാക്കി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കൃഷിയോടുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ, എൻ്റെ വല്യച്ഛനും അച്ഛനും എല്ലാവരും കൃഷിക്കാരാണ്. അപ്പോൾ കൃഷിയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചു. 2016 എനിക്ക് ആറന്മുള പഞ്ചായത്തിൽ നിന്ന് ഒരു ആദരവും ലഭിക്കുകയുണ്ടായി. ആ കൃഷി കണ്ടിട്ട് ഞാൻ എല്ലാത്തരം കൃഷികളും എൻ്റെ ഈ 1 ഏക്കറിനകത്ത് എല്ലാത്തരം കൃഷികളും ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പ മുതൽ, കപ്പ എന്ന് പറഞ്ഞാലും വെറൈറ്റിയാണ്. 2-3 ഇനത്തിലുള്ള കപ്പ, വാഴ, അതുപോലെ തന്നെ പല ഇനത്തിലുള്ള വാഴ എല്ലാം കൃഷി ചെയ്ത്, പച്ചക്കറി, എൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി കഴിഞ്ഞിട്ട് ഞാൻ വിപണിയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. വിപണിയിലെ മെമ്പർഷിപ്പും ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും കൊടുക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ കൃഷിയെ ശരിക്കും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് കൃഷിയെ ഒന്നുകൂടെ ഒന്ന് പരിപോഷിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നൽ ഉണ്ട്. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് സരസ്മേളയിൽ, ചെങ്ങന്നൂർ സരസ്മേള നടക്കുകയാണ്. അപ്പോൾ സരസ്മേളയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറേ വിത്ത് ഇനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിത്തിനങ്ങളിൽ, ആ സരസ്മേളയുടെ വിത്തിനങ്ങളിൽ നിന്ന് ഒന്നുകൂടി പുനർജനിക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. സുരേഷ് തൻ്റെ പുരയിടത്തിൻ്റെ ഒരു ഭാഗവും വെറുതെ ഇടുന്നില്ല.
വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും വാഴക്കൃഷിയും ചെയ്യുവാൻ കൂടി സുരേഷും കുടുംബവും ശ്രദ്ധ വയ്ക്കുന്നു. വിവിധതരം വാഴകൾക്ക് പുറമെ ഇവിടെ ജൈവസമൃദ്ധിയിൽ ധാരാളം പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്നു. പ്രകൃതിയുടെ അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിട്ട് അതുകൊണ്ടൊന്നും തളരാതെ അതിജീവിച്ച കർഷകന്റെ ജീവിത വിജയഗാഥയാണിത്. 2016 ആറന്മുള ഗ്രാമപഞ്ചായത്ത് ഇദ്ദേഹത്തിന് സമ്മിശ്ര കർഷകനുള്ള മികച്ച കർഷകനുള്ള അവാർഡ് നൽകി. ഇവിടെ മത്സ്യകൃഷി ഉൾപ്പെടെ പച്ചക്കറി ഉൾപ്പെടെ വിവിധ കൃഷികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രവാസിയാണെങ്കിൽ കൂടി അദ്ദേഹം ഈ കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയാണ്. എന്നാൽ 2018 വെള്ളപ്പൊക്കം അദ്ദേഹത്തിൻ്റെ കൃഷി ആകമാനം നശിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഇതുപോലൊരു പശു ഫാം ആരംഭിച്ച് അതോടൊപ്പം തന്നെ കൃഷിയും തുടരുകയായിരുന്നു. എന്നാലിപ്പോൾ പന്നിയുടെ വലിയൊരു ആക്രമണം, പന്നിയുടെ വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ പരക്കെയുള്ള കർഷകരെ. ഇവിടെ എല്ലാം നല്ല കൃഷിക്കാരുള്ള മേഖലയാണ്. എന്നാൽ സുരേഷ് അണ്ണൻ അടക്കമുള്ള നിരവധിയായിട്ടുള്ള കർഷകർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പന്നിയുടെ ഒരു ആക്രമണം മൂലം. എങ്കിലും അദ്ദേഹം ഈ പശുഫാമും അത്യാവശ്യം കൃഷികളുമായിട്ട് ഇപ്പോഴും ഇവിടെ പ്രശംസനീയമായ ഒരു പ്രകടനമാണ് ഈ കൃഷി മേഖലയിൽ കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും അതിജീവനത്തിൻ്റെ പാതയിലാണ് അദ്ദേഹവും. അതുപോലെ തന്നെ കുറേ പേർക്ക് തൊഴിൽ നൽകുവാനും അതോടൊപ്പം തന്നെ മികച്ച ഉൽപ്പന്നങ്ങൾ, പാല്, അതുപോലെ തന്നെ ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കർഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് നൽകുവാനുള്ള വലിയൊരു പരിശ്രമം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടൊരു ചാണകപ്പൊടിയുടെ ഒരു സംരംഭം ആരംഭിക്കുകയാണ്. നല്ല ഇനം ചാണകപ്പൊടികൾ അദ്ദേഹം കർഷകർക്ക് ഒരു മായവും കലരാത്ത ചാണകപ്പൊടി നൽകാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അതുപോലെ തന്നെ മായം കലരാത്ത പാല് എല്ലാ വീട്ടുകാർക്കും കിട്ടുന്നുണ്ട്. ഒരു മികച്ച പ്രതികരണം ആണ് ജനങ്ങൾക്കിടയിലുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കർഷകർക്ക് താങ്ങും തണലുമായിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ കൂടി നിലകൊണ്ടാൽ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ കൃഷിയെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു സാഹചര്യം ഒരുങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ സമ്മിശ്ര കർഷകൻ നാടിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2016 മികച്ച കർഷകനുള്ള പുരസ്കാരം സുരേഷിന് ലഭിക്കുകയുണ്ടായി. മണ്ണിനെ സ്നേഹിച്ച്, പൈതൃകത്തെ അറിഞ്ഞ്, കാലാനുസൃതമായി അറിവിനെ പരിരക്ഷിച്ച് നമ്മുടെ കാർഷിക സംസ്കാരത്തെ ചേർത്ത് പിടിച്ചാൽ ജീവിത വിജയം അന്യമല്ല എന്ന് സുരേഷും കുടുംബവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.